മൊസാദിൽ തമ്മിലടി രൂക്ഷമെന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിസന്ധി നേരിടുമ്പോഴാണ് സംവിധാനത്തിനുള്ളിൽ തന്നെ തമ്മിലടിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിലെ മൊസാദ് മേധാവി ഗോഫ്മാന്റെ ഏകാധിപത്യ പ്രവണതയ്ക്ക് എതിരെ ആണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കലാപം ഉയർത്തുന്നത്. ഇറാനെ തകർക്കാനുള്ള ഇസ്രായേലിന്റെ സകല പദ്ധതികളും പൊളിയുന്നതായാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കരുത്തുറ്റ ഒരു വിഭാഗമെന്നാണല്ലോ മൊസാദിനെ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നത രൂപപ്പെടുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? അഭിലാഷ്, ഫെബ്രുവരി 28-നാണ് ആദ്യമായി ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങുന്നത്. ഇറാന് നേരെയുള്ള ആദ്യത്തെ ആക്രമണം നടക്കുന്നത്. ഖമനേയി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപനം, ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം. മൊസാദിനെയൊക്കെ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് ഈ രാജ്യങ്ങൾ പോയതും. പക്ഷേ മാസങ്ങൾ പിന്നിടുന്നു. 5 മാസം കഴിയുമ്പോഴും ഇങ്ങനെ ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കാനോ പ്രതിരോധത്തിലാക്കാനോ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെയാണ് മൊസാദിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഉടലെടുക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ മേധാവിയുണ്ട് ഗോഫ്മാൻ്റെ ഏകാധിപത്യപരമായ നീക്കങ്ങളാണ് മൊസാദിനുള്ളിൽ നടക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, ഈ സൈനിക നീക്കം പാളിയതോടുകൂടി അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പാളിയതോടുകൂടി അതിൻ്റെ മേധാവിമാരെ, പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് മേധാവിയെയും അതോടൊപ്പം തന്നെ ഇറാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന മേധാവിയും, ഇവരുടെ പേരുകൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. അതെല്ലാം തന്നെ അവർ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. ഈ 2 മേധാവിമാരെ മാറ്റിക്കൊണ്ടുള്ള നടപടി ഉണ്ടായത്. എങ്കിൽ തന്നെയും മൊസാദിനുള്ളിലെ തർക്കം അവസാനിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ അവഗണിക്കുന്നു. നെതന്യാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മൊസാദ് മാറുന്നു എന്നതാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ പരാതി. ഒക്ടോബറിൽ ഇസ്രായേലിൽ പൊതുതെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെയാണ് ഗോഫ്മാൻ നെതന്യാഹുവിന് വേണ്ടി മൊസാദിനെ ഒരു കളിപ്പാവയാക്കി മാറ്റുന്നുവെന്ന ആരോപണം ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് പിന്തുണ പ്രതീക്ഷിച്ചതുപോലെ കിട്ടാത്തതും മൊസാദിന് തിരിച്ചടിയായി. ആദ്യം തന്നെ യുദ്ധത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൊസാദിൽ ആണ് ഭിന്നതയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.